ഡോക്ടർ, ഈ സൈനസൈറ്റിസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അപ്പാർട്ട് ഫ്രം മെഡിസിൻ ആൻഡ് ഫുഡ് ആ ഒരു കാര്യം ഒഴിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ശീലങ്ങൾ, ഹാബിറ്റ്സ് ഒരു എക്സസൈസ് ലെവലിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് സൈനസൈറ്റിസിന് ഫുഡും ബാക്കിയുള്ള മെഡിസിൻസ് അല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഒരു കാര്യം ബ്രീത്തിങ് എക്സസൈസാണ്. എന്താ ചെയ്യേണ്ടത്? സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസുകൾ റെഗുലറായിട്ട് ചെയ്യുക. സിമ്പിളായിട്ടുള്ള വലിയ ഇതൊന്നുമല്ല, എന്നും ഒരു 5 minutes ഒക്കെ നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ്, അനുലോം വിലോം എന്നൊക്കെ പറയും. അതാണ് ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ നമ്മൾ നേസൽ വാഷ്, ഇപ്പോൾ നേസൽ വാഷ് എന്നുള്ളത് ജലനേതി എന്നൊക്കെയാണ് നമ്മൾ പറയുക, ആയുർവേദത്തിലും യോഗയിലൊക്കെ പറയുക. നേസൽ വാഷ് നല്ലതാണ്. നേസൽ നേതി പോട്ടുകളൊക്കെ കിട്ടും, നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്നതാണ്. അതൊരു പ്രോപ്പറായിട്ടൊരു ഇൻസ്ട്രക്ഷൻ എടുക്കണം, അറിയാവുന്ന ഒരാളിൽ നിന്ന് എടുത്തിട്ട് റെഗുലറായിട്ട് അത് നേസൽ വാഷ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു പരിധി വരെ അതിന് നമുക്ക് ഇത് ചെയ്യാം. സോ ബ്രീത്തിങ് എക്സസൈസും നേസൽ വാഷുമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി ചെയ്യാം, നേസൽ വാഷും ഡെയിലി ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് അതൊരു നേസൽ വാഷ് ഒരു ലോങ് ടൈമിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഗ്യാപ്പിട്ട് ചെയ്താൽ. ബ്രീത്തിങ് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യാം.